ഹലോ ഗൈസ്, നമ്മളല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ബൊഗൈൻവില്ല നമ്മുടെ പൂക്കൾ വിരിഞ്ഞതൊക്കെ ചെറിയൊരു അപ്ഡേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ വിരിഞ്ഞിരിക്കുന്ന പൂക്കളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. അതൊക്കെ കണ്ടില്ല, നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നിലത്ത് നട്ടതാണ്. നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്കാണ് പോവാം. പാക്കിങ്ങും പുറം പാക്കിങ്ങിനൊന്നും ഒരു തിരക്കിടില്ല. നമുക്ക് ജസ്റ്റ് പാക്കിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് വന്ന പിറ്റേന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. കൊറിയർ ഓഫീസിൽ എത്തിയേക്കിന് തന്നെ നമ്മൾ കളക്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം, ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ നമ്മളതിനായിട്ട് ജസ്റ്റ് നല്ല അടിപൊളി മൂർച്ചുള്ള കത്രികയൊക്കെ എടുത്ത് നോക്കിയതാണ്. പക്ഷേ പിന്നെ മുറിച്ച് തുടങ്ങിയപ്പോഴാണ് കത്രികനെങ്ങാട്ടി സുഖം ബ്ലേഡാണ് ഇതിന് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പൊളിച്ച് നോക്കിയിട്ടൊന്നും ഒരു സുഖം കിട്ടണില്ല. എങ്കിലും ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ചെടിയൊക്കെ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് നമ്മളൊന്നുണ്ട് പൊളിക്കാൻ ഇറങ്ങിയതാണ്. അവസാനം നമ്മൾ ബ്ലേഡ് തന്നെ എടുത്ത്, അതാണ് ഏറ്റവും സുഖം. ഇത്ര പണിയുള്ളൂ എന്ന് കരുതി അങ്ങനെ ജസ്റ്റ് പാക്കിങ്ങൊക്കെ അല്ലേ, നല്ല പാക്കിങ്ങാണ്. കാരണം ഒരയക്കണ അവരുടെ ചെടി അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഇതിലാണ് നല്ല നീറ്റാണ് ക്ലിയറിൽ തന്നെ പാക്കിങ്ങൊക്കെ കേട്ടോ. ഉള്ളത്തെ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഓക്കെ സെറ്റാണ് കണ്ടിട്ട് തോന്നുന്നുണ്ട്. എങ്കിലും ചില ചെടികളൊക്കെ അയക്കണോലൊക്കെ ആർക്കോ വേണ്ടി അയക്കണ പോലെയാണ്. ഇത് കണ്ടില്ലേ, നല്ല ഒരു ചെടികൾ പോലും ഇളകാതെ കണ്ടിട്ടൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കാർഡ് ബോർഡിലൊക്കെ ഓരോ ചെടി ഒന്നിമ തട്ടാത്ത കുളത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് കേട്ടോ. നമ്മൾ കിട്ടിയ അന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെടിക്കൊന്നും വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ 4 ചെടിയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. നമ്മൾ കുഞ്ഞ് പ്ലാന്റാണ്, വലിയ പ്ലാന്റൊന്നും നമ്മളെ കൊണ്ട് വാങ്ങാനുള്ള അത്യാവശ്യം നല്ല റേറ്റുള്ള സൈസ് പ്ലാന്റുകളൊക്കെ തന്നെയല്ല. അപ്പോൾ നമ്മൾ കുഞ്ഞ് പ്ലാന്റ് പറഞ്ഞാൽ നമുക്കതിനെ വളർത്തിയെടുക്കാമെന്നുള്ളൊരു ധൈര്യത്തിനാണ് 4 പ്ലാന്റ് തന്നെ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം നല്ല കണ്ടിട്ട് തന്നെ അടിപൊളിയാണ്. പാക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. കാരണം അത് നമ്മുടെ ചെടി എടുക്കാൻ കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സേഫ്റ്റി ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ചെടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചെടികൾ എങ്ങനെ വന്നിരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ നമുക്കിതില്ല. അതാണ് തൈകൾ കാര്യങ്ങളൊന്നും തിരിച്ചറിയില്ല. നമ്മൾ 4 തൈ ഓർഡർ ചെയ്തതായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെടികളായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. ചെറിയ കുഞ്ഞ് തൈ, നമ്മളെ കയ്യിൽ ഏത് വെറൈറ്റികളും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ ജസ്റ്റ് കളക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഈ വർഷം കഴിഞ്ഞ മഴത്താണ് നമ്മൾ ഇതിൻ്റെ തൈകളൊക്കെ പിടിപ്പിച്ച് നോക്കിയത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഒരു തൈ. നമുക്ക് ഹെൽപ്പർമാരായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇതിന് 2 കമ്പ് നട്ട തൈയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള 2 കമ്പാക്കിയാണ് അത് നട്ടിരിക്കണത്. ജസ്റ്റ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഓരോരുത്തരുടെ പാക്കിങ്ങും പലരുടെയും പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഒരാളെ പാക്ക് ചെയ്യുന്നതിലേക്കരല്ല മറ്റൊരാളുടെ രീതി വേറെ മോഡലേക്കരം. പലരും ചില സെല്ലേഴ്സ് നമുക്ക് ഫോട്ടോയൊക്കെ അയച്ചു തരുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പലരും പല രീതിയിലാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, പിന്നെ എന്തിലാണ് കവറോടൊക്കെ ഇതിലാണോ എന്നറിയില്ല, തിരക്കിടില്ല. എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് ഇപ്പോൾ ഈ 3ഉം. ഓരോന്നിനും ഓരോ റേറ്റുകളൊക്കെയാണ്, വലിയ റേറ്റുകളൊന്നുമില്ല. നമ്മൾ കുഞ്ഞ് തൈകൾ പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ തൈകളാണ്. ഇതിന് വലിയ തൈകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞ് തൈകളുണ്ടാകുന്ന അന്വേഷിച്ചതാണ്, അങ്ങനെ കിട്ടിയതാണ് നമുക്കിത്. ഏകദേശം 150, 200, 250 റേറ്റ് വരുന്നതാണ്. ഇത് നമ്മളെങ്ങനെ പേര് അറിയാമെന്നുള്ള ഇതിമേ തന്നെ ഈ കവറിൽ അവൾ എഴുതി വിട്ടിട്ടുണ്ട്. ഇത് ചോക്ലേറ്റിൻ്റെ തൈയാണ് കേട്ടോ. അതിന് എഴുതിയിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു കളറായിട്ട് വരുന്ന ഐറ്റംസാണ്. കണ്ട മണ്ണൊന്ന് പോർതിച്ചിട്ട് നല്ല സെക്യൂറായിട്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അയച്ചാൽ നിന്ന് കുറച്ച് പണി വന്നുകൊണ്ട് നമുക്ക് ലാസ്റ്റേക്ക് വെക്കാമെന്ന്. ഇതിന് സ്ലീപ്പിംഗ് എഴുതിയിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇക്കാരം ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി. കുഞ്ഞ് തൈകളാണ് നമ്മൾ വാങ്ങിയത്. ഏകദേശം 200, 250 റേറ്റാണ് ഇതിനെല്ലാത്തിലും വരുന്നുള്ളൂ. അല്ലാതെ അതിലേറെ റേറ്റ് കൂടിയതൊന്നുമില്ല. ഇത് കയാട്ട എന്ന പ്ലാന്റാണ്. അതൊരു പീച്ച് കളർ ഫ്ലവറാണ് എന്ന് തോന്നുന്നുണ്ട്. ആണ്, ഞാൻ ജസ്റ്റ് സ്റ്റെമ്മൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് സ്റ്റെമ്മുകളൊന്നും ഇളകണ കാര്യങ്ങളൊന്നുമില്ല. അത് അതിൻ്റെ അടിയിലൂടെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇത് ചില്ലി യെല്ലോയാണ്. ചില്ലി യെല്ലോക്കാണ് 2 തൈ ചെയ്തിരിക്കണത്. ചില്ലി യെല്ലോ എന്നുള്ള CY ഇട്ടിരിക്കണത് അതിനാണ്. 2 സ്റ്റെമ്മുണ്ട്. 2ലും കുഴപ്പമില്ലാത്ത ഒരേ മരത്തെ തളിർപ്പാണ് ഉള്ളത്.
ഇത് നമ്മളാണ് ഇനി അത് സെക്യൂറായിട്ട് വളർത്തേണ്ടത്. ഇപ്പം തന്നെ നമ്മൾ കവറിൽ നിന്നൊന്ന് മാറ്റാനൊന്നും വിചാരിച്ചിട്ടില്ല. ഏകദേശം നമ്മളതായിട്ട് വന്നപ്പോൾ തന്നെ വൈകുന്നേരമായിട്ടുണ്ട്. ആ കവറിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം പേരൊന്നും മാറണ്ട വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ പേരൊക്കെ നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് അത് പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ച് അതിൽ തന്നെ ചെയ്യാമെന്ന് കരുതിയതാണ്. അങ്ങനെ ചെയ്ത് വെച്ചതാണിത്. നമ്മൾ ഏറ്റവും തണലുള്ള ഏരിയയിലാണ്. ഇത് ചില്ലി യെല്ലോ ആണ്. നമ്മൾ ഓരോന്നിൻ്റെ പേര് എഴുതിക്കണ്ട അതേ കവറിൽ തന്നെ ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇളക്കോ കാര്യങ്ങളൊന്നും തട്ടിയാൽ കുഞ്ഞ് തൈയല്ലേ ഇപ്പോൾ തന്നെ വേര് പിടിക്കാൻ സാധ്യതയില്ല. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി കണ്ട അവിടെ സെറ്റാക്കി പ്ലാസ്റ്ററിൻ്റെ അടിയിലാണ് അത് ഒട്ടിച്ച് കണ്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല ഇതിൽ തന്നെയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല തളിർപ്പൊക്കെ ഉള്ള വാട്ട ഒരു ഇല പോലും കൊഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത. ചെറിയ തൈയൊക്കെ ആവശ്യമുള്ളവർ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓരോ ഇതിൻ്റെ പേര് മൈ ഡ്രീംസ് ഗാർഡൻ അങ്ങനെയാണ്. മൈ ഡ്രീംസ് ഗാർഡൻ എന്നാണ് ഓരോ ചാനലിൻ്റെ പേര്. ഒരു സെലസ്തി നമുക്ക് മുമ്പ് ഒരു ലൈക്കിന് കിട്ടിയത് നമ്മൾ പറഞ്ഞു ജസ്റ്റ് കഴിഞ്ഞ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഇത് രണ്ടും തലേന്നും പിറ്റേന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വൈകി എന്നുള്ളൂ. അത് കിട്ടി പിറ്റേന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതാണ് ജസ്റ്റ് ഒരു മാറ്റം വരാത്തത്. നമ്മുടെ റൂബി റെഡാണത് ബോട്ടിലുള്ളത്. അത് കിട്ടിയ 2-ാം ദിവസം നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഓരോ ചെടികളൊക്കെ നമ്മൾ ജസ്റ്റ് നല്ല ഫ്ലവറിങ് ഒക്കെ ഇട്ടായിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഫ്ലവറിങ്ങും നല്ല വെയിലുള്ള ഏരിയയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു എന്നുള്ളൂ. ഈ ബൊഗൻവില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഫസ്റ്റ് തന്നെ ഹൈബ്രിഡ് വെറൈറ്റികളൊന്നും വാങ്ങാതെ നമ്മൾ നാടൻ വെറൈറ്റികൾ വാങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ടാവും. ഉപ്പൊക്കെ നോട്ടം വെച്ചാൽ മതി. അതിൻ്റെ കമ്പ് വാങ്ങിയാൽ മതി. നമ്മൾ ജസ്റ്റ് നാടനിൽ തന്നെ നാടൻ ഗ്രാഫ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കണം. എന്താവുന്നൊന്നും അറിയില്ല. വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് കാണുന്നവരൊക്കെ ഇതെന്താ ഈ മരത്തുമ്പോൾ കാഴ്ചകൾ വെച്ചിട്ട് വന്ന് നോക്കണേ. നമ്മുടെ ബൊഗൻവില്ലൊന്നും ഒരു ഓർഡറില്ലാതെ എല്ലാതും അവിടെയും വെടിയായിട്ട് ഒരു ഭംഗി അങ്ങോട്ട് കിട്ടണില്ല. നമ്മളിങ്ങനെ ഈ വീഡിയോ എടുത്തപ്പോഴാണ് നമ്മളിങ്ങനെ ജസ്റ്റ് അങ്ങനെ ആലോചിച്ച് എന്താണതൊരു മാറ്റം വരുത്തണം എന്നൊക്കെ ഒരു ചെറിയൊരു ചിന്തപ്പം അങ്ങനെ വന്നു. എല്ലാം കൂടിയൊക്കെ ഒരേ ലെവലിൽ ഇത് വൈറ്റൊക്കെ കണ്ടില്ല നല്ല ഫ്ലവറിങ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു ലെവലിൽ ഇങ്ങനെ ഈ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്ന്. കാരണം ഒരു ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഒരു കാണിച്ചിരുമ്പോൾ ഒരു ഭംഗി കിട്ടണില്ല. കിട്ടിയത് മുഴുവൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോ ലെവലിനാണ് നിൽക്കുന്നത്. എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ട് ചെടിയായിട്ട് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റം വരുത്തിയിട്ട് ലാസ്റ്റ് മാറ്റം എന്ന് പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ ഈ വേനൽക്കാലത്ത് അങ്ങനെ മാറ്റം വരുത്താൻ പറ്റൂല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ സെറ്റാക്കി പോകുന്നത് നമ്മുടെ വൈറ്റാണ്. എല്ലാ കളറും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയെന്നുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല. കാരണം ഒരു ഓർഡറിൽ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഓർഡറിനൊന്നുമില്ല. നമ്മൾ ഈ ചട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ലെവലിന് ഇങ്ങനെ കയറ്റി ഒന്ന് താഴെ മുകളിലായിട്ട് ഇങ്ങനെ നമ്മളെ ചെടി വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചേക്കണമെന്നേ ഉള്ളൂ. സെറ്റാക്കി എന്ന് പറയാനൊരു ഒരേ ലെവലിന് ഇങ്ങനെയുണ്ടൊരു വെച്ച് കണ്ടിങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പെട്ടെന്ന് കാണാൻ ഓരോ ചെടികളും പെട്ടെന്ന് കാണാൻ കൊലത്തിലും നനക്കാനും എളുപ്പത്തിനും ആയിട്ട് ഇങ്ങനെ ഒരു ലെവലാക്കി വെച്ചു എന്നുള്ളൂ. ഇതൊക്കെ ഓരോ ടിന്നും പാത്രങ്ങളൊക്കെയാണ് നമ്മുടെ ചെടിച്ചട്ടി പറയണ്ടത്. കുറച്ച് ചെടിച്ചട്ടികളും ഉണ്ട് അതിൻ്റെ അടിയിൽ. നമുക്ക് ബൊഗൻവില്ലിനോട് അതിയായൊരാഗ്രഹം തോന്നിയപ്പോൾ നമ്മൾ ഈ മഴ ടൈമിൽ കിട്ടിയ പാത്രത്തിലും കൊമ്പിലും ഇതിലൊക്കെ നമ്മളതിൻ്റെ കട്ടിങ്സ് കിട്ടുന്നിടത്തുനിന്നൊക്കെ കട്ടിങ്സ് കൊടുന്ന് നമ്മൾ നട്ടു വെച്ചതാണ്. ഇപ്രാവശ്യമാണ് കുറച്ച് ഹൈബ്രിഡുകളൊക്കെ നമ്മൾ വാങ്ങിയത്. ഹൈബ്രിഡൊക്കെ നല്ല വെറൈറ്റികൾക്കൊക്കെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചെറിയ ഓരോ ചെറിയ കുഞ്ഞു തൈകളായിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ആയിട്ട് വാങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ കയ്യിൽ ഇത് ഡോക്ടർ റാവു അതിൻ്റെ അടുത്തുള്ളതൊന്ന് തിന്മ നമ്മളെ കയ്യിൽ കുറച്ച് വെറൈറ്റികളൊക്കെ ഉള്ളൂ. വെറൈറ്റികൾ അറിയാനില്ല. ഒന്ന് നമ്മൾ അടർണ മഹാറാണി ഇപ്പോൾ ഞാൻ കാണിച്ച 3-4 പിന്നെ റൂബി റെഡ് നമുക്കൊരു ചെറിയൊരു ഗിവ് അവേ ആയിട്ട് കിട്ടിയതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.